ഇപ്പോൾ ലോക സിനിമ ഇപ്പം നമ്മുടെ 2025-ലാണല്ലോ ഇറങ്ങിയത്. ഇതൊരു 90s അല്ലെങ്കിൽ 2000 ആ ഒരു സമയത്താണ് ഇറങ്ങിയിരുന്നെങ്കിൽ ആരായിരിക്കും മികച്ചതായിട്ട് ആ ഒരു ക്യാരക്ടറിന് ചേരുന്ന അഭിനേതാക്കളെന്ന് പറയാമോ? 90s ആ 90s ഇപ്പോൾ 2K ആ ഒരു സമയത്താണ് ഇറങ്ങിയിരുന്നെങ്കിൽ ഇപ്പോൾ കല്യാണി ചെയ്ത വേഷം ആര് ചെയ്താൽ നന്നായിരിക്കും? അതുപോലെ മറ്റേ മൊയ്തു പഴയ നടിയുണ്ടല്ലോ, നദിയ മൊയ്തു ആണോ? പുള്ളിക്കാരി ചെയ്ത അടിപൊളിയായിരിക്കും തോന്നുന്നു. ഇപ്പൊ നസ്ലിൻ ചെയ്ത ക്യാരക്ടർ ആ ഒരു സമയത്ത് ചെയ്യാൻ ആരായിരിക്കും ഏറ്റവും ആപ്റ്റ്? റഹ്മാൻ ആരെങ്കിലും ചെയ്താൽ നല്ലതായിരിക്കും. ഇപ്പൊ ടൊവിനോ ചാത്തനായിട്ടാണ് ഈ സിനിമയിൽ എത്തുന്നത്. നല്ല കോമഡി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ആ ഒരു ക്യാരക്ടർ ആ ഒരു സമയത്ത് ആര് ചെയ്താൽ നന്നായിരിക്കും തോന്നുന്നു? ഇപ്പം വേറൊരു ക്യാരക്ടർ നമ്മുടെ ദുൽഖർ സൽമാനാണ്. ഒടിയനായിട്ടാണ് ഈ സിനിമയിൽ എത്തുന്നത്. അത് ആര് ആ സമയത്ത് ചെയ്താൽ നന്നായിരിക്കും തോന്നുന്നു? ലാലേട്ടനായിരിക്കും ബെറ്റർ. മമ്മൂട്ടി ഏത് ക്യാരക്ടർ ചെയ്യണമായിരുന്നു? ഒടിയനോ അതോ ചാത്തനായിട്ട് ഏത് ക്യാരക്ടർ ആയിരിക്കും ബെറ്റർ? ചാത്തന അടിപൊളിയായിരിക്കും. കല്യാണിയുടെ ക്യാരക്ടർ ആരായിരിക്കും ആ ഒരു സമയത്ത് ചെയ്തിട്ടുണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും തോന്നുന്നു? ശോഭന. എന്താ ശോഭനയുടെ പേര് പറയാൻ റീസൺ എന്താ? മണിച്ചിത്രത്താഴും കൂടെ ചെയ്തിട്ടുള്ളത് കൊണ്ടാണോ? നസ്ലിന്റെ ക്യാരക്ടർ ആരായിരിക്കും? ഇപ്പൊ ശോഭനയ്ക്ക് ഒരു പേരായിട്ടാണ് വരേണ്ടത്. ആരായിരിക്കും ബെറ്റർ ആയിരിക്കും എന്ന് തോന്നുന്നു? പറയാൻ പറ്റത്തില്ല. ടൊവിനോയുടെ ക്യാരക്ടർ ഉണ്ടല്ലോ, ചാത്തനായിട്ടാണല്ലോ അടുത്ത സീരീസിൽ ടൊവിനോയാണ് മെയിൻ സെൻട്രൽ ക്യാരക്ടറായിട്ട് വരാൻ പോകുന്നത്. ആ ഒരു ക്യാരക്ടർ ചെയ്യാൻ ഏറ്റവും ആപ്റ്റായിട്ട് ആരായിട്ട് തോന്നുന്നു? എന്നാലും പെട്ടെന്ന് മനസ്സിൽ വരുന്ന ആരാ? ചെറിയ കോമഡി കഥാപാത്രം കൂടിയാണ്. ഫസ്റ്റ് നമ്മളിതിൽ കണ്ടപ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലായിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ ഒരു ആരായിരിക്കും നല്ലത്? ലാലേട്ടനാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും? നന്നായിരിക്കും തോന്നുന്നു. ശോഭന. എന്തുകൊണ്ടാ ശോഭന ഒരു ഓപ്ഷനായിട്ട് പറയാൻ കാര്യം? ഒരു ഐക്കോണിക് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരി അടിപൊളിയായിരിക്കും തോന്നുന്നു. നസ്ലിൻ ചെയ്ത ക്യാരക്ടർ ആര് ചെയ്താൽ നന്നായിരുന്നിരിക്കും? നല്ല ഫണ്ണായിട്ട് എനർജറ്റിക് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് നസ്ലിൻ ചെയ്തേക്കുന്നത്. അത് ആ ഒരു സമയത്ത് ആരായിരിക്കും ഒരു റൊമാൻറ്റിക് ഹീറോ എന്നൊക്കെയുള്ള ഒരു രീതിയിൽ നോക്കുമ്പോൾ? അവരാരെങ്കിലും ആയിരിക്കും. ഇപ്പം ടൊവിനോയുടെ ക്യാരക്ടർ അറിയാലോ, ചാത്തനായിട്ടാണ് എത്തുന്നത്. ഇതിൽ കുറച്ച് കോമിക് ഇത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ആ ഒരു ക്യാരക്ടർ ആ ഒരു സമയത്ത് ആരായിരിക്കും ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആയിട്ടുണ്ടായിരിക്കുക? 90s 2K ആ സമയത്തുള്ള ഏതെങ്കിലും ആക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ? കലാഭവൻ മണി. അതുപോലെ തന്നെ ദുൽഖർ സൽമാൻ ഒടിയനായിട്ട് എത്തുന്നുണ്ട്. ചെറിയൊരു പോർഷൻ മാത്രമേ ഈ സിനിമയിൽ കാണിച്ചിട്ടുള്ളൂ. അതാരായിരിക്കും നല്ല ബെറ്റർ ആയിട്ടുണ്ടാവുക? ഒടിയൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഇനി വരുന്ന സീരീസിൽ കൂടുതൽ കാണിക്കും. ആരായിരിക്കും ബെറ്റർ ആയിട്ടുണ്ടാവുക? മോഹൻലാലാണ്. കല്യാണിയുടെ റോള് ശോഭനയോ ചെയ്താൽ ബെറ്ററായി. ഇപ്പം ആ ഒരു ക്യാരക്ടർ ഇപ്പം ശോഭന കല്യാണി ഒരു കമ്പാരിസൺ എടുത്തു കഴിഞ്ഞാൽ ആരായിരിക്കും ബെറ്റർ ആയിട്ട് ചെയ്തിട്ടുണ്ടാവുക? ഓരോരുത്തർക്കും ഓരോ ടാലൻ്റ് അല്ലേ. ഇപ്പോഴത്തേക്ക് ഈ ജനറേഷനിൽ വരുമ്പോഴത്തേക്ക് കല്യാണി ഇത്ര ഇതിൽ ചെയ്തു, അന്നത്തെ ജനറേഷനുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അത് എന്നാലും ശോഭന മാം നല്ല രീതിയിൽ ചെയ്യുമായിരിക്കും എന്ന് തോന്നുന്നു, ചെയ്തിരുന്നെങ്കിൽ. അന്നത്തെ ആ ഓരോ കാലഘട്ടത്തിൻ്റെ വെച്ചിട്ടല്ലേ പറയാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് ആ കാലഘട്ടത്തിൽ നോക്കുമ്പോഴത്തേക്ക് ശോഭന മാം ഓക്കെയാണ്. ഇപ്പം ഇന്നത്തെ കാലഘട്ടവും അന്നത്തെ കാലഘട്ടമായിട്ട് ഇപ്പം കമ്പയർ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. നസ്ലിൻ ചെയ്ത ക്യാരക്ടർ ആര് ചെയ്താൽ നന്നായിരുന്നിരിക്കും? നസ്ലിൻ്റെ ക്യാരക്ടർ 90s മമ്മൂക്ക നന്നായിരിക്കും എന്ന് തോന്നുന്നു. അതുപോലെ ടൊവിനോ ഒരു ക്യാരക്ടർ എത്തുന്നത് ചാത്തനായിട്ടാണ് എത്തുന്നത്. ഒരു കോമിക് കഥാപാത്രമാണ്. അത് ആര് ചെയ്തിരുന്നാൽ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു? ഗണേഷ് കുമാർ നല്ലതായിരിക്കും തോന്നുന്നു. അതുപോലെ തന്നെ ദുൽഖർ സൽമാൻ ഒടിയനായിട്ടാണ് സിനിമയിലെത്തുന്നത്. ഇനി വരുന്ന സീരീസിലായിരിക്കും കൂടുതൽ അവരുടെ ക്യാരക്ടറിനെ കുറിച്ച് അറിയാൻ പറ്റുന്നത്. അത് ആര് ചെയ്താൽ നന്നായിരിക്കും? ക്യാരക്ടർ അത്യാവശ്യം നന്നായിട്ട് ലാലേട്ടൻ ചെയ്താൽ നന്നായിരിക്കും. മോഹൻലാൽ ഏത് ക്യാരക്ടറായിട്ട് എത്തണം? നസ്ലിന്റെ ക്യാരക്ടറിൽ എത്തണം. ശോഭന കല്യാണിയുടെ ക്യാരക്ടറാണ്. അതുപോലെ വേറെ രണ്ട് ക്യാരക്ടറുകൾ ഒടിയനായിട്ട് ആരും ഒന്ന് അടിപൊളിയായിരുന്നായിരിക്കും? സുരേഷ് ഗോപി.
ടോവിനോയുടെ റോളോ? മമ്മൂട്ടി. ശോഭന നല്ലതായിരിക്കും. ശോഭന നല്ലതായിരിക്കും. എന്താ ശോഭനയുടെ പേര് പറയാൻ റീസൺ? 90s അവരൊക്കെയുള്ള നടികൾ അടിപൊളി പുള്ളിക്കാരിയായിരുന്നു. നടികൾ വേറെ ആയിട്ട് ആരും ഇല്ല, എനിക്കറിയാം. നീലിയായിട്ട് അടിപൊളി ശോഭന തന്നെയാണ്. നസ്ലിന്റെ ക്യാരക്ടർ ആര് ചെയ്ത അടിപൊളിയായിരിക്കും? റഹ്മാൻ അടിപൊളിയായിരിക്കും. ഇപ്പം അവരാണ് ആ കാലത്തുള്ള ജോഡികൾ. അടിപൊളിയായിരിക്കും. അതുകൊണ്ട് പിന്നെ നസ്ലിന്റെ കൂടെ രണ്ടുപേരും നടക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ചന്തു സലീം കുമാറും ഉണ്ട്, അതുപോലെ അരുൺ കുര്യനും ഉണ്ട്. അതുപോലെ ഇപ്പം റഹ്മാന്റെ കൂടെ നടക്കാൻ പറ്റിയ രണ്ടുപേരായിരിക്കും? പഴയ നടന്മാരൊന്നും അറിയത്തില്ല, എന്നാലും പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന ടോവിനോയുടെ ക്യാരക്ടർ ആര് ചെയ്ത അടിപൊളിയായിരിക്കും? ചാത്തനാണ്, അടുത്ത സീരീസിൽ വമ്പൻ റോളാണ് പുള്ളിക്കാരന്. അതുപോലെ ഒരു കോമഡി കഥാപാത്രം കൂടിയാണ്. അതാരായിരിക്കും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടാവുക? ജയറാം അടിപൊളിയായിരിക്കും. ഒടിയനായിട്ടാണല്ലോ നമ്മൾ ദുൽഖർ എത്തുന്നത്. കുറച്ച് പോർഷന് നമ്മുടെ ഇപ്പോഴത്തെ ഈ സീരീസിൽ കാണിച്ചിട്ടുള്ളൂ. ഒടിയനായിട്ട് ആരായിരിക്കും അടിപൊളിയായിട്ട് ചെയ്യുക? 90s വന്നിരുന്നെങ്കിൽ ഈ സിനിമ. മമ്മൂട്ടി അടിപൊളിയായിരിക്കും.